ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട്. NCP മന്ത്രിസ്ഥാനത്തിൽ CPM കേന്ദ്ര നേതൃത്വത്തെ നിലപാടറിയിച്ചിട്ടുണ്ട് ശരത് പവാർ. മന്ത്രിയെ നിശ്ചയിക്കാനുള്ള അവകാശം പാർട്ടിക്കെന്നാണ് ശരത് പവാർ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചത്. പ്രകാശ് കാരാട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്നാണ് സൂചന. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമസ്തേ. എന്തായാലും ഇപ്പോൾ ശരത് പവാർ CPMന് വിട്ടിരിക്കുകയാണ് ഈ NCPയിലെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ആ കോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഇനി എന്ത് നിലപാടായിരിക്കും CPM സ്വീകരിക്കുക? പ്രകാശ് കാരാട്ട് മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ തന്നെ സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നതും. രജനി, ഇന്നലെ വൈകുന്നേരം ശരത് പവാറിന്റെ ഡൽഹിയിലെ വസതിയിൽ ഒരു ചർച്ച നടന്നു. തോമസ് കെ തോമസ് നേരിട്ട് ശരത് പവാറിനെ കണ്ട് തനിക്കുള്ള അതൃപ്തിയും സംസ്ഥാന ഘടകത്തിന്റെ NCP സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും ശരത് പവാറിനോട് നേരിട്ട് തന്നെ തോമസ് കെ തോമസ് വിശദീകരിച്ചതാണ്. ഈ കൂടിക്കാഴ്ചയ്ക്കൊപ്പം CPMന്റെ കേന്ദ്ര കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ടും ശരത് പവാറുമായി ചർച്ച നടത്താനുണ്ടായിരുന്നു. ആ ചർച്ചയ്ക്കിടയിലാണ് ശരത് പവാർ പ്രകാശ് കാരാട്ടിനോട് നിലപാട് വ്യക്തമാക്കിയത്. അതായത് NCPക്ക് കേരളത്തിൽ ഒരു മന്ത്രിയാണുള്ളത്. ആ മന്ത്രിയെ തീരുമാനിക്കുവാനുള്ള അവകാശം NCPക്ക് തന്നെയാണ്, അതല്ലാതെ അത് CPMനല്ല. ഇത്തരം വിഷയങ്ങളിൽ CPM സംസ്ഥാന ഘടകം അനാവശ്യമായി ഇടപെടുന്നത് അത് തെറ്റായ നിലപാടാണ് എന്ന് ശരത് പവാർ പ്രകാശ് കാരാട്ടിനോട് പറഞ്ഞതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രകാശ് കാരാട്ട് ശരത് പവാറിന് നൽകിയ ഉറപ്പ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താൻ സംസാരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ സംസാരിച്ച ശേഷം CPMന്റെ കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ചുള്ള ഒരു നിലപാട് കൈക്കൊള്ളാം എന്ന ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ ഈ ഒരു കൂടിക്കാഴ്ച അവസാനിച്ചത്. എന്തായാലും പ്രകാശ് കാരാട്ടിനോട് ശരത് പവാർ പാർട്ടിയുടെ അതൃപ്തി NCP ദേശീയ നേതൃത്വത്തിനുമൊപ്പം സംസ്ഥാന ഘടകത്തിനുമുള്ള അതൃപ്തി സംബന്ധിച്ച് ഇന്നലെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇനിയും പ്രകാശ് കാരാട്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അടുത്ത വിഷയങ്ങളാണ്. കാരണം പൊതുവെ നമുക്കറിയാം CPMന് പേരിൽ മാത്രമാണ് ദേശീയം കേന്ദ്ര നേതൃത്വം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. കേരള ഘടകം എന്താണോ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ പേപ്പറിൽ എഴുതി കൊടുക്കുന്നത് അത് വായിക്കുക മാത്രമാണ് CPMന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിനാൽ കേരള ഘടകത്തോടോ അല്ലെങ്കിൽ പിണറായി വിജയനോടോ കേരളത്തിൽ മാത്രമാണ് പാർട്ടിക്ക് ഭരണമുള്ളത്. അതിനാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഒരു നിർദ്ദേശം എന്ന നിലയിൽ സംസാരിക്കാനുള്ള ഗട്ട്സ് CPMന്റെ അഖിലേന്ത്യാ നേതാക്കൾക്കോ നേതൃത്വത്തിനോ ഇപ്പോഴില്ല. അതിനാൽ കേരള ഘടകവും പിണറായി വിജയനും തീരുമാനിക്കുന്നത് തന്നെയാകും നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ നിലവിൽ പ്രകാശ് കാരാട്ടിനെയും ഈ വിഷയത്തിൽ എന്ത് പ്രതികരിക്കും അല്ലെങ്കിൽ എന്ത് നിലപാട് കൈക്കൊള്ളും എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. രജനി, ശരി. എന്തായാലും NCP മന്ത്രിമാറ്റം സംബന്ധിച്ച് ഗൗതം പറഞ്ഞതുപോലെ തന്നെ പ്രകാശ് കാരാട്ട് എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നുള്ള കാര്യമാണ് വരും മണിക്കൂറുകൾ ചിലപ്പോൾ അറിയാൻ കഴിയും. ആത്യന്തികമായി CPM സംസ്ഥാന നേതൃത്വം കേരളത്തിലെ CPM എന്ത് തീരുമാനിക്കുന്നുവോ അത് തന്നെ നടപ്പിലാക്കും എന്നാണ് കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഒരു മന്ത്രിമാറ്റം NCPയിൽ ഉണ്ടാകും എന്നുള്ളതിന്റെ ചില സൂചനകൾ തന്നെയാണ്. അതിനിടയിൽ തന്നെ അതൃപ്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ AK ശശീന്ദ്രൻ പ്രകടമാക്കുന്നുമുണ്ട്.